നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടി വി, മോട്ടോർ ഇങ്ങനെയുള്ള ഏത് ഉപകരണങ്ങളാണെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയാൽ അത് ഓഫായി പോകും. കറണ്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും അത് ഓണാകുകയും ചെയ്യും. പല സാഹചര്യങ്ങളിലും ഇതിന്റെ പവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ നമ്മൾ മറന്നു പോകാറുണ്ട്. അങ്ങനെ കറണ്ട് പോയി വന്നു കഴിയുമ്പോൾ ഈ ഉപകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. തന്നെയല്ല, കറണ്ട് പോയി വരുന്ന സമയത്ത് ചിലപ്പോൾ ലോ വോൾട്ടേജ് ആയിരിക്കും, ചിലപ്പോൾ ഹൈ വോൾട്ടേജ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഉപകരണങ്ങൾ കേടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ഇലക്ട്രോണിക്സിൽ അല്പം ഐഡിയ ഉള്ള ഏതൊരാൾക്കും വളരെ സിമ്പിളായി നിർമ്മിക്കാവുന്ന ഒരു സർക്യൂട്ടും അതിന്റെ പ്രവർത്തനവും നമുക്കിന്ന് മനസ്സിലാക്കാം. ഇലക്ട്രോണിക്സിൽ പരിചയമുള്ള ആളുകൾ മാത്രമേ ഈ സർക്യൂട്ട് നിർമ്മിക്കാൻ ശ്രമിക്കാവുള്ളൂ. ലൈവ് കറണ്ടിൽ പ്രവർത്തിക്കുന്ന സർക്യൂട്ട് ആയതുകൊണ്ട് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് മൊബൈൽ ഫോണിലാണെങ്കിൽ സർക്യൂട്ട് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി മൊബൈൽ ഫോൺ ചെരിച്ചു വെച്ച് ഫുൾ സ്ക്രീനിൽ വീഡിയോ കാണുക. അപ്പൊ അധികം സമയം കളയാതെ നമുക്ക് സർക്യൂട്ട് അതിന്റെ പ്രവർത്തനം മനസ്സിലാക്കാം. കറണ്ട് പോയി വരുമ്പോൾ റീസെറ്റ് ചെയ്താൽ മാത്രം ഔട്ട്പുട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള ഒരു സർക്യൂട്ടാണിത്. ഈ സർക്യൂട്ടിൽ ലോഡായിട്ട് ഞാനൊരു ബൾബാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമ്മുടെ ടിവിയോ മോട്ടോറോ അങ്ങനെയുള്ള ഏത് ഉപകരണങ്ങൾ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഈ സർക്യൂട്ടിലേക്ക് സപ്ലൈ എടുക്കുന്നതിന് വേണ്ടി ഒരു AC കോഡ് വയർ ഉപയോഗിച്ചിട്ടുണ്ട്. AC കോഡ് വയറിൽ നിന്നുള്ള ഒരു വയർ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 12 വോൾട്ട് റിലേയുടെ കോമൺ പിന്നിലേക്കാണ്. ഒരു 12 വോൾട്ട് സിംഗിൾ പോൾ റിലേയിൽ ഒരു ഭാഗത്ത് 3 പിന്നുകളും മറുഭാഗത്ത് 2 പിന്നുകളും ഉണ്ടായിരിക്കും. 3 പിന്നുകളുള്ള ഭാഗത്തെ സൈഡിലുള്ള ഓരോ പിന്നുകൾ റിലേയുടെ കോയിൽ കണക്ഷനുകളാണ്. അതിന്റെ നടുവിലായുള്ള പിന്ന് കോമൺ പിന്നാണ്. മറു സൈഡിലായി നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ എന്നിങ്ങനെ 2 പിന്നുകൾ ഉണ്ടായിരിക്കും. സാധാരണ അവസ്ഥയിൽ റിലേയുടെ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡ് പിന്നും തമ്മിലായിരിക്കും കണക്ഷൻ ഉണ്ടാവുക. ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു 12 വോൾട്ട് DC ആവശ്യമാണ്. അതിനുവേണ്ടി നമുക്ക് 12 വോൾട്ടിന്റെ ഒരു അഡാപ്റ്ററോ ട്രാൻസ്ഫോർമർ പവർ സപ്ലൈ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നിർമ്മിക്കാവുന്ന ഒരു കപ്പാസിറ്റർ പവർ സപ്ലൈ ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു കപ്പാസിറ്റർ പവർ സപ്ലൈയിൽ 230 വോൾട്ട് AC DC ആക്കി മാറ്റുന്നതിന് വേണ്ടി 1N4007 എന്ന നമ്പറിലുള്ള 4 ഡയോഡുകൾ ഉപയോഗിച്ച് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ നിർമ്മിച്ചിട്ടുണ്ട്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒരു സൈഡിലേക്ക് സപ്ലൈ എത്തുന്നത് 105/400 വോൾട്ട് എന്ന നമ്പറിലുള്ള ഒരു പോളിയസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ്. സർക്യൂട്ടിലേക്കുള്ള സപ്ലൈ ഓഫ് ചെയ്യുമ്പോൾ കപ്പാസിറ്ററിലുള്ള ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കപ്പാസിറ്ററിന് പാരലായി 1 മെഗാ ഓംസ് ഹാഫ് വാട്ടിന്റെ ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ സർക്യൂട്ടിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് വന്നാൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു 10 ഓം 1 വാട്ടിന്റെ റെസിസ്റ്റർ വഴിയാണ് അടുത്ത സപ്ലൈ ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് എത്തുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെത്തുന്ന DCയെ ഫിൽട്ടർ ചെയ്ത് നല്ല DC ആക്കി മാറ്റുന്നതിന് വേണ്ടി 470 മൈക്രോ ഫാരഡ് 35 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ പോസിറ്റീവിലും നെഗറ്റീവിലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്ന DCയെ 12 വോൾട്ടേജായി റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടി ഈ സർക്യൂട്ടിന് പാരലായി റിവേഴ്സ് ബയാസിൽ 12 വോൾട്ട് 1 വാട്ടിന്റെ ഒരു സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സെനർ ഡയോഡിന്റെ വരെയുള്ള ഭാഗം റെക്ടിഫയറിന്റെ പോസിറ്റീവിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സർക്യൂട്ടിലുള്ള കപ്പാസിറ്ററുകളും ഡയോഡുകളും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സർക്യൂട്ടിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 12 വോൾട്ട് DC റിലേയുടെ കോയിലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സർക്യൂട്ട് ഓഫ് ചെയ്യുമ്പോൾ റിലേ കോയിലിൽ ഉണ്ടാവുന്ന ബാക്ക് EMFനെ ഒഴിവാക്കുന്നതിന് വേണ്ടി കോയിലിന് പാരലായി റിവേഴ്സ് ബയാസിൽ 1N4007 എന്ന ഡയോഡ് ഉപയോഗിച്ചിട്ടുണ്ട്. കറണ്ട് പോയി വരുമ്പോൾ റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരു ബെൽ പുഷ് സ്വിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. റിലേയുടെ കോമൺ പിന്നിൽ നിന്നും നേരിട്ട് ഒരു വയർ ബെൽ പുഷ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ബെൽ പുഷ് സ്വിച്ചിൽ നിന്നും രണ്ടാമത്തെ പിന്നിൽ നിന്നുള്ള കണക്ഷൻ നേരെ റിലേയുടെ നോർമലി ഓപ്പൺ പിന്നിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സർക്യൂട്ടിന്റെ പ്രവർത്തനം ഒന്ന് നോക്കാം. AC കോഡ് വയറിലേക്ക് സപ്ലൈ നൽകിയാലും ഇവിടെ റിലേയുടെ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡ് പിന്നും മാത്രമാണ് കോണ്ടാക്റ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഔട്ട്പുട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതല്ല. എന്നാൽ ഈ ബെൽ പുഷ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് കോമൺ പിന്നിലുള്ള സപ്ലൈ നേരെ ബെൽ പുഷ് സ്വിച്ച് വഴി നോർമലി ഓപ്പൺ പിന്നിലേക്ക് എത്തുന്നു. തൽഫലമായി ബൾബ് പ്രകാശിക്കുകയും അതിനോടൊപ്പം പവർ സപ്ലൈയിലേക്ക് ഈ സപ്ലൈ എത്തുകയും ചെയ്യുന്നു. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഇൻപുട്ടിൽ സപ്ലൈ ലഭിക്കുമ്പോൾ അതിന്റെ ഔട്ട്പുട്ടിൽ 12 വോൾട്ട് DC വരികയും ഇത് റിലേയുടെ കോയിലിലേക്ക് എത്തുകയും ചെയ്യുന്നു. റിലേ കോയിലിലേക്ക് 12 വോൾട്ട് DC ലഭിച്ചു കഴിയുമ്പോൾ റിലേ ഓണായി റിലേയുടെ കോമൺ പിന്നും നോർമലി ഓപ്പൺ പിന്നും തമ്മിൽ കോണ്ടാക്റ്റിലാകുന്നു. ഇങ്ങനെ ഈ സർക്യൂട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കറണ്ട് പോകുന്ന സമയത്ത് റിലേ കോയിലിലേക്കുള്ള 12 വോൾട്ട് നഷ്ടപ്പെടുന്നതിനാൽ വീണ്ടും റിലേ ഓഫായി റിലേയുടെ കോമൺ പിന്നും നോർമലി ക്ലോസ്ഡ് പിന്നും തമ്മിൽ കോണ്ടാക്റ്റിലാകുന്നു.
വീണ്ടും കറണ്ട് വരുമ്പോൾ ഈ ബെൽ പുഷ് സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഔട്ട്പുട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ സർക്യൂട്ട് പ്രവർത്തിക്കുന്ന ഒന്ന് കാണാം. സർക്യൂട്ട് ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ AC കോഡ് വയറിൽ നിന്നുള്ള ഒരു വയർ നേരിട്ട് ബൾബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഒരു 10 ohms 1 watt റെസിസ്റ്റർ വഴി ബ്രിഡ്ജ് റെക്ടിഫയറിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് 12 വോൾട്ട് റിലേയുടെ കോമൺ പോളിലേക്കാണ്. റിലേയുടെ നോർമലി ഓപ്പൺ പിന്നിൽ നിന്നും ബൾബിലേക്കും റെക്ടിഫയറിന്റെ ഇൻപുട്ടിലുള്ള കപ്പാസിറ്ററിലേക്കും സപ്ലൈ കണക്ഷൻ എടുത്തിട്ടുണ്ട്. കറണ്ട് പോയി വരുമ്പോൾ സർക്യൂട്ടിനെ ഓൺ ചെയ്യുന്നതിന് വേണ്ടി റിലേയുടെ കോമൺ പോളിൽ നിന്നും നോർമലി ഓപ്പൺ പിന്നിൽ നിന്നുമായി ബെൽ പുഷ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. 12 വോൾട്ട് പവർ സപ്ലൈയുടെ ഇൻപുട്ടിൽ കപ്പാസിറ്റർ വഴിയാണ് ബ്രിഡ്ജ് റെക്ടിഫയറിലേക്ക് സപ്ലൈ എത്തുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ എത്തുന്ന DC ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടി 470 മൈക്രോഫാരഡ് 35 വോൾട്ടിന്റെ കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 12 വോൾട്ടിനെ റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നതിന് വേണ്ടി 12 വോൾട്ട് 1 വാട്ടിന്റെ സെനർ ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. റിലേയുടെ കോയിലിൽ ഉണ്ടാകുന്ന ബാക്ക് EMFനെ ഒഴിവാക്കുന്നതിന് വേണ്ടി റിവേഴ്സ് ബയാസിൽ 1N4007 ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ സർക്യൂട്ടിൽ ഞാനൊരു ബൾബാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിന് പകരം നമ്മുടെ TVയോ മോട്ടോറോ അങ്ങനെയുള്ള ഏത് ഉപകരണങ്ങൾ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് സപ്ലൈ കൊടുത്തൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനുവേണ്ടി AC കോഡ് വയർ ഞാൻ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സപ്ലൈ ഓൺ ചെയ്യാം. സപ്ലൈ ഓൺ ചെയ്താലും ഈ ഔട്ട്പുട്ടിലുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ബെൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി കറണ്ട് പോകുന്നതുവരെയും ഉപകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള സപ്ലൈ ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ കറണ്ട് പോയ അവസ്ഥയാണ്. വീണ്ടും ഓൺ ചെയ്യാം. കറണ്ട് വന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ കറണ്ട് പോയിട്ട് വന്നാലും ഈ ഉപകരണങ്ങൾ തനിയെ ഓൺ ആവുകയില്ല. ഇനി ഇത് ഓൺ ആവണമെങ്കിൽ നമുക്ക് ഈ ബെൽ പുഷ് ബട്ടൺ വീണ്ടും പ്രസ് ചെയ്യണം. ഓക്കെ. ഈ സർക്യൂട്ട് ഒരു എക്സ്റ്റൻഷൻ ബോക്സിനുള്ളിലോ അല്ലെങ്കിൽ വേറെ ഒരു ക്യാബിനറ്റിനുള്ളിലൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു വോൾട്ട് മീറ്റർ കൂടി ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് പോയി വരുമ്പോഴുള്ള വോൾട്ടേജ് നോക്കിയതിനു ശേഷം മാത്രം ഈ ബെൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. തന്നെയല്ല, ഇനി കറണ്ട് പോയി വന്നു കഴിഞ്ഞാൽ തന്നെ ഉപകരണങ്ങൾ തനിയെ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പേടിക്കുകയും വേണ്ട. ഒരു കോമൺ PCBയിൽ സർക്യൂട്ട് അസംബിൾ ചെയ്തതിന് ശേഷം ഈ എക്സ്റ്റൻഷൻ ബോക്സിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ബൾബ് കണക്ട് ചെയ്യാം. ഇതിന്റെ പിന്ന് നമുക്ക് പ്ലഗിൽ കണക്ട് ചെയ്യാം. സ്വിച്ച് ഓൺ ചെയ്തു. ബെൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ബോക്സിൽ കണക്ട് ചെയ്തിട്ടുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള പവർ ഓഫ് ചെയ്യാം. വീണ്ടും ഓൺ ചെയ്തു. കറണ്ട് പോയി വരുമ്പോൾ വീണ്ടും ബെൽ പുഷ് ബട്ടൺ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കുകയുള്ളൂ. ഇത് നിർമ്മിച്ചു നോക്കാൻ താല്പര്യമുള്ളവർ സർക്യൂട്ട് ഡയഗ്രാം സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഡയഗ്രത്തിലുള്ളതുപോലെ തന്നെ കമ്പോണന്റുകൾ കണക്ട് ചെയ്യുക. ഒരു എക്സ്റ്റൻഷൻ ബോക്സിനുള്ളിലോ മറ്റൊരു ചെറിയ ക്യാബിനറ്റിനുള്ളിലോ ഒക്കെ ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്റെ ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി പേജ് ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനലിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.